ഹലോ ഗൈസ്, നമുക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു വെണ്ടയ്ക്കത്തോരൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു 1/2 കിലോ വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക ഇങ്ങനെ കട്ടി കുറച്ച് റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും കട്ടി കുറച്ചാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിനാവശ്യമായ സവാള ഇങ്ങനെ കട്ടി കുറഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സവാളയാണ് ഞാൻ 1/2 കിലോ വെണ്ടയ്ക്കയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് 1 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക തോരനായതുകൊണ്ട് നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഉള്ളി ചെറിയ രീതിയിൽ ഒന്ന് നമുക്ക് വാടി കിട്ടിയാൽ മതി. എന്താ നോക്ക്, നമ്മുടെ ഉള്ളി ചെറിയ രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ക്രഷ്ഡ് ചില്ലി നമുക്ക് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ ഞാൻ നടുക്കോട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിതിപ്പോൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇത് നമുക്ക് ഇടയ്ക്ക് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒക്കെ ഞാൻ തീ കുറച്ച് വെച്ചാണ് ചെയ്യുന്നത്. വെണ്ടയ്ക്ക ആയതുകൊണ്ട് നമുക്ക് അധികം വേവേണ്ട തീയുടെ ആവശ്യമില്ല. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ചെറിയ രീതിയിൽ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഇങ്ങനെ കൂട്ടി നടുക്കോട്ട് വെച്ച് ഇപ്പം ഞാൻ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കുവാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അത് നമുക്കിതൊന്നുകൂടെ ഇളക്കാം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഗൈസ്, നമ്മുടെ വെണ്ടയ്ക്കത്തോരൻ റെഡിയായിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വെണ്ടയ്ക്കത്തോരൻ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.